വഴിതെറ്റി. ഇങ്ങോട്ടല്ല അങ്ങട്ടല്ല. വഴിതെറ്റി. ഒരു കരടി ഓടി വന്നാലോ? വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബീയിങ് ഇൻ ജർമ്മനി. അപ്പൊ നമ്മള് ഒരുപാട് കാലത്തിന് ശേഷം നമ്മളൊരു വീഡിയോ ചെയ്യാൻ പോവാണ്. നമ്മുടെ ഫാമിലി ഒക്കെ നമ്മോട് ചോദിച്ചു, നിങ്ങൾക്ക് അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉള്ളതൊക്കെ ഓർമ്മയുണ്ടോ? അതിലൊന്നും വരുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ നമുക്കൊരു വീഡിയോ ചെയ്യാം. നമ്മൾ ഇന്ന് സൈക്ലിംഗ് ട്രിപ്പ് പോവാണ്. ചിലപ്പോൾ നമ്മളവിടെ ക്യാമ്പ് ചെയ്യും. അപ്പോൾ ഇന്ന് വെതർ മഴയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ നിൽക്കുക ഇല്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ ഷുവർ ഒന്നുമല്ല. നമുക്ക് പോയിട്ട് തീരുമാനിക്കാം നമ്മൾ അവിടെ സ്റ്റേ ചെയ്യോ ഇല്ലയെന്ന്. നമ്മൾ എന്തായാലും ടെന്റും കാര്യങ്ങളൊക്കെ സ്ലീപ്പിംഗ് ബാഗൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് പോണത്. എന്തായാലും നമ്മളവിടെ പോയിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്യും. ബാക്കി നമുക്ക് എന്തായാലും നോക്കാം. ലെറ്റ്സ് സീ. നമ്മൾ ഓൾറെഡി സൈക്കിളൊക്കെ സെറ്റ് ചെയ്തു. അവനത് ലോക്ക് ചെയ്ത് ഇറങ്ങുന്നുണ്ട്. ഇതെന്താ? ചീസ്. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് നേരെ ക്യാമ്പിംഗ് സൈറ്റിലേക്ക് ഇവിടുന്ന് 20 മിനിറ്റേ ഉള്ളൂ അവിടേക്ക്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു മണിക്കൂർ എടുക്കും തോന്നുന്നു. ശരിയായോ? സെറ്റല്ലേ? അപ്പൊ എന്നാ പോവാ. ശരിക്കും ഇങ്ങനെ കാട്ടുകൂടെ പോകാൻ നല്ല രസമാണ്. ആരും കാണാനൊന്നുമില്ല. ഒരു വണ്ടി വന്നാ വന്നു. തമ്പി ലെഫ്റ്റ് അല്ലേ? ലെഫ്റ്റ്. റൈറ്റ്. ഓക്കെ ലെറ്റ്സ് ഗോ റൈറ്റ്. വഴിയൊക്കെ അറിയണ പോലെ ആശാൻ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഞാനാ ലൈറ്റൊക്കെ പോയി തുടങ്ങി. നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് ഇരുടാവാണ്ടിരിക്കട്ടെ. അങ്ങനെ നമുക്ക് പോയി നോക്കാം. നമ്മൾ ഇതിലൂടെ ഞാനൊന്നും പോയില്ലല്ലോ. ആമി എനിക്കറിയില്ല എവിടെയാണ് തമ്പിക്കാ. വഴിതെറ്റി. വഴിതെറ്റി. ഇങ്ങോട്ടല്ല അങ്ങട്ടല്ല. വഴിതെറ്റി. എന്റെ സൈക്കിളിന് കാരിയർ ഇല്ല. അതുകൊണ്ടാണ് ഈ ഒരു സ്ലീപ്പിംഗ് ബാഗ് ഫ്രണ്ടിൽ കെട്ടിയത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ പോയപ്പോൾ ഒരു സ്ലീപ്പിംഗ് ബാഗ് മാത്രം എടുത്തേ. അത് തൻവീറിന്റെ സൈക്കിളിലായിരുന്നു വെച്ചത്. എൻ്റെ സൈക്കിൾ ഫ്രീ ആയല്ലോ. അന്ന് ഭയങ്കര തണുപ്പായിരുന്നു രാത്രി. എന്നിട്ട് ഒരു സ്ലീപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഞങ്ങൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ 2 സ്ലീപ്പിംഗ് ബാഗ് ഇപ്രാവശ്യം എടുത്തിട്ടുണ്ട്. ഹേയ്, ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് പോണത്. പക്ഷെ തൻവീർ വിഷ്ണുവിനായിട്ട് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. ക്യാമ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അവർ ജസ്റ്റ് ഒരു സൈക്കിൾ റൈഡ് പോയിട്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്ഥലം. അപ്പോൾ പിന്നെ വിചാരിച്ചു ദസാവിൽ ഇങ്ങനൊരു സ്ഥലമുള്ളത് ഞങ്ങൾക്ക് 2 പേർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെങ്കിൽ എന്തായാലും ഈ സമ്മർ തീരുന്നതിന് മുന്നേ ഒന്ന് പോയി ക്യാമ്പ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. വലിയ കാര്യത്തിൽ 2 യൂറോ കൊടുത്ത് വാങ്ങിച്ചിരിക്കുകയാണ്. ഒരു മിനിറ്റ്, ഇത് തുറക്കണോ? പേപ്പറാ. സമ്മർ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം സമയം ഡേ ടൈം കിട്ടും. അപ്പോൾ പെട്ടെന്നൊന്നും രാത്രി ആവില്ല. ആ ഒരു സമാധാനമാണ്. നമുക്ക് കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങിയാൽ സമയം ഉണ്ടെന്നുള്ളൊരു തോന്നലാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഒരു 10-11 മണി വരെ ഇപ്പോൾ സൺലൈറ്റ് ഉണ്ട്. ഇപ്പം സമയം 8 മണി. വൈകാതെ തന്നെ നമ്മളൊരു 9 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. എന്നിട്ട് സെറ്റാക്കാം. നമ്മുടെ ഒരു മൂഡ് അനുസരിച്ചിട്ടിരിക്കും. ചിലപ്പോൾ നമ്മൾ സ്റ്റേ ആക്കാണ്ട് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് റൈഡ് ചെയ്യും.
ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ഓ നമ്മളെത്തി. ഇതാണ് നമ്മുടെ സ്ഥലം. നമുക്ക് ഇവിടെ മുതൽ തുടങ്ങാം. ഇവിടെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഓപ്പൺ സ്പേസ് ഉണ്ട്. ഒരു പ്രൊട്ടക്റ്റഡ് റിവറാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ കുളിക്കുന്നത് ഇവിടുന്ന് കാണില്ല. പക്ഷെ മീൻ പിടിക്കുന്നതാണോ? അപ്പോൾ നമ്മളിവിടെ എത്തി. പക്ഷെ നമ്മളൊരു ചെറിയ കൺഫ്യൂഷനിലാണ്. ഈ ഒരു സ്ഥലത്ത് ചെയ്യണോ അതോ അവിടെ ചെയ്യണോ എന്നുള്ളത്. അപ്പുറത്ത് കുറച്ച് ഓപ്പണാ. ഇവിടെ കുറച്ചും കൂടെ ഒരു ക്ലോസ്ഡ് സ്ഥലം പോലത്തെ സ്ഥലം. ഇവിടെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അവിടെയും ചെയ്യാം. അവിടെ കുറച്ചും കൂടെ സ്ഥലം ഉണ്ട് അല്ലേ? അവിടെ കുറച്ച് ഓപ്പണാ. കുറച്ചുകൂടെ ഓപ്പൺ ആണ്. അപ്പൊ നമുക്ക് അവിടെ പോയി നോക്കാം. അതായിരുന്നു നല്ലത്. അത് കൊള്ളാം. സൈക്കിൾ ഫുള്ള് മണ്ണാവുമല്ലോ. ഇത് നമ്മളൊരു ഡെസേർട്ടിലേക്ക് വന്ന പോലെ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഒരു ഇതിലേക്ക് ഇറക്കണ്ട. നമുക്ക് ഈ വഴി പോയിട്ട് ആ ഒരു മരത്തിന്റെ അവിടെ ലോക്ക് ചെയ്യാം സൈക്കിൾ. അതായിരിക്കും ബെറ്റർ. ഇങ്ങോട്ടേക്ക് ഇറക്കി കഴിഞ്ഞാൽ ടയറിൽ ഫുള്ള് മടലാവും. അപ്പോൾ ഈ ഒരു ഗിറ്റാറിന്റെ ബാഗും കൂടെ ഒന്ന് അയച്ചു വെക്കാല്ലേ. കുറച്ച് നേരമായിട്ട് ഇത് എൻ്റെ തോളിൽ കിടക്കണോണ്ട് ചെറിയൊരു ബാക്ക് പെയിൻ വരുന്നുണ്ട്. അന്ന് ഞങ്ങൾ ഹാംബർഗിൽ ക്യാമ്പ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തൊരു സാധനമായിരുന്നു ഗിറ്റാറ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് മ്യൂസിക്കൊക്കെ അലൗഡ് ആയിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ വിചാരിച്ചിരുന്നു. പക്ഷേ ഹാംബർഗ് വരെ ഗിറ്റാർ കൊണ്ടുപോകാന്നുള്ളത് ഒരു വലിയ ടാസ്ക് ആയതുകൊണ്ട് ഞങ്ങൾ അതും കൊണ്ടുപോയിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ മറക്കാണ്ട് എടുത്തതാണ് ഗിറ്റാർ. ഇതാണ് നമ്മുടെ സ്ഥലം. നല്ല രസമുണ്ട്. ഒരു മരുഭൂമിയിലേക്ക് വന്ന ഒരു ഫീലുണ്ട്. അങ്ങ് ദൂരെ ഒരു ക്യാമ്പർമാൻ വെച്ചിട്ട് കുറെ പേര് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതല്ലാണ്ട് ഈ ഒരു സ്പോട്ടിലൊന്നും ആരുമില്ല. ഫിഷിംഗ് ലൈസൻസ് എന്തായാലും എടുക്കണം. ഇപ്പൊ ഇവിടുന്ന് മീനിന്റെ കൊത്ത് കാണുന്നുണ്ട്. മീൻ എന്തായാലും ഇതിന്റെ അകത്ത് ഇഷ്ടംപോലെ ഉണ്ട്. ഫിഷ് ചൂണ്ടിട്ട് പിടിച്ചിട്ട് ഇവിടെ തന്നെ ഗ്രില്ല് ചെയ്യായിരുന്നല്ലേ? ഓ, ഇവിടെ എത്തിയപ്പോ തന്നെ ഒരു ഭയങ്കര പീസ്ഫുൾ ഫീലാണ്. ഇത് നമ്മള് ഇടക്കിടക്ക് ചെയ്യണമെന്ന് നമുക്കിപ്പോ തോന്നുന്നുണ്ട്. സമ്മർ തീരാനായി. പക്ഷെ നോക്കണ്ട, അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ച പോലെ. മീന് ഒരു മീൻ ചാടി. അതാ മീന്. ഭയങ്കര ഇല്ലീഗൽ ആയിട്ടുള്ള സംഭവമാണ് ലൈസൻസ് ഇല്ലാതെ ഫിഷ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്തേനെ. ഇങ്ങനെ ചാടി ചാടി കളിക്കുന്നുണ്ട്. ഓ, ഞങ്ങള് കുറെ ആലോചിച്ചിട്ട് തീരുമാനിച്ചു നമുക്ക് ഇന്നിവിടെ ക്യാമ്പ് ചെയ്യാന്നുള്ളത്. നമ്മൾ ഇന്നിവിടെ നിൽക്കാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നല്ലൊരു സ്പോട്ടൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സാധനങ്ങളൊക്കെ ഇട്ട് പോകുന്നു. അപ്പം നമുക്കിനി സ്ലീപ്പിംഗ് ബാഗും ടെൻറ്റും മാത്രമേ എടുക്കാനുള്ളൂ. ഞാനത് എടുത്തിട്ട് പോവാം. കുറേ അങ്ങോട്ട് റിവറിന്റെ അടുത്താണ് കുറേ നടക്കാണ്ട്. അവിടെ ആകുമ്പോൾ കുറച്ച് റിവറിന്റെ അടുത്താണ്. രാവിലെ ചിലപ്പം സണ്ണ്. ഇവിടെയാണ് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് കുറച്ചൊരു ഫ്ലാറ്റ് സർഫസ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഇടാം. ഇനി നമുക്ക് കുക്കിങ്ങിന്റെ സാധനങ്ങളൊക്കെ അൺപാക്ക് ചെയ്തിട്ട് വേഗം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. സൺസെറ്റ് കാണാന്ന് വിചാരിച്ച് ഞങ്ങൾ വന്നപ്പോതാ മൂണിനെ കാണാൻ പറ്റി. അതൊന്നും നമ്മൾ ശ്രദ്ധിച്ചത് പോലും ഇല്ല. അപ്പോൾ ഇനി ലൈറ്റ് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് പരിപാടികൾ വേഗം സ്റ്റാർട്ട് ചെയ്യാം. ഇതെന്താണ് പരിപാടി? ഓ ഓ അപ്പൊ നമ്മൾ ഇത് പിൻ ചെയ്യണമെന്നാവൂല്ലേ? വിൻഡോ ഒക്കെ ഉണ്ടെങ്കിൽ പാറിപ്പോവാതിരിക്കാൻ.
ക്യാമറമാൻ അവിടുന്ന് പോയി. ആ ക്യാമറമാൻ ആണോ? ഓക്കെ, ഞാൻ വിചാരിച്ചു ആ ക്യാമറമാൻ അവിടുന്ന് പോയിന്ന്. പക്ഷെ ഇല്ല, അവിടെ ഉള്ളിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കൂട്ടിന് ആളുണ്ട്, നമ്മുടെ ഒറ്റയ്ക്കല്ല. പക്ഷെ ഈ ഒരു ഭാഗത്തൊന്നും ആരുമില്ല. നമുക്കിവിടെ എത്ര വേണമെങ്കിലും ശബ്ദമൊക്കെ ഉണ്ടാക്കാം, അതുകൊണ്ട് അതൊരു വിഷയമല്ല. അന്നത്തെ പോലെ അത്ര തണുപ്പൊന്നുമില്ല. അന്ന് ഞങ്ങള് പോയ സമയത്ത് നല്ല മഴയുള്ള ടൈമായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഭയങ്കര തണുപ്പുണ്ടെന്ന് ഞാൻ അതിൽ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ അത്ര തണുപ്പൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഉറക്കം അത്ര വലിയ അന്നത്തെ പോലെ അത്ര വിഷയമാവാൻ ചാൻസ് ഇല്ല. കഴിഞ്ഞ ക്യാമ്പിങ്ങില് വിചാരിച്ചിരുന്നു നമുക്ക് 2 ചെയറും ഒരു കുഞ്ഞു ടേബിളും വേണം എന്നുള്ളത്. അന്ന് നമ്മൾ പ്ലാൻ ഇട്ടിരുന്നു അതൊക്കെ വാങ്ങിച്ചു വെക്കണം എന്നുള്ളത്. പിന്നെ നമ്മളത് വിട്ടുപോയില്ലേ. ഇതിപ്പോ മണ്ണിലിരിക്കേണ്ടി വരും. പോലെ ചങ്കിനുള്ളിൽ നീരണ പാട്ട് തഞ്ചത്തെ താളം പിടിക്കണ പോലെ. കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യല്ലേ? ലൈറ്റ് ഒക്കെ പോയി. ഇന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് നേരത്തെ ലൈറ്റ് ഒക്കെ പോയി. നല്ല രസമുണ്ട് സ്കൈ ഒക്കെ കാണാൻ. ഈ സ്കൈ കണ്ടിങ്ങനെ നമ്മൾ ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റ് എടുത്തതാണ്. തൻവി, ഇപ്പൊ ഒരു കരടി ഓടി വന്ന എന്ത് ചെയ്യും? ഇവിടെ കരടി ഇല്ല. ഇപ്പൊ ഒരു പന്നി ഓടി വന്ന എന്ത് ചെയ്യും? അവിടുന്നോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് പന്നി വന്ന് ഓടി വന്ന എന്ത് ചെയ്യും? ഇവിടെ ശരിക്കും വൈൽഡ് ബോസിന്റെ അറ്റാക്ക് ഒക്കെ ചില സമയത്ത് ന്യൂസിൽ കാണാം. അങ്ങനെ ഇല്ലാണ്ടിരിക്കട്ടെ. ഇല്ലില്ല, ഈ പ്ലേസ് ഒക്കെ ഭയങ്കര സേഫ് ആണ്. സേഫ് ആയിട്ടുള്ള പ്ലേസിൽ മാത്രല്ലേ ജർമ്മനിയിൽ പെർമിറ്റ് ഉള്ളൂ നമുക്ക് ചെയ്യാൻ. ഉറപ്പൊന്നുമില്ല. ജീവികളെ ശരിക്കും ഇവിടെ കുറച്ചുള്ളോട്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ വിട്ടുക. നമുക്ക് ഉറപ്പൊന്നുമില്ല വരുമോ വരൂലെന്നൊന്നും. ചിലപ്പോ വരാം. പേടിപ്പിക്കല്ലേ. ഓ, കൊറേ ലൈറ്റ് ആയിട്ടാണല്ലോ വന്നത്. നമ്മൾ മീറ്റ് എടുക്കാൻ മറന്നു. മീറ്റ് കേടാവണ്ടെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും ഫ്രീസറിൽ വെച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്ന് എഗ് സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഇതിൽ ചീസൊക്കെ ഇട്ടിട്ട് നമുക്കൊരു എഗ് ബൺ സാൻഡ്വിച്ച് ആക്കാം. നമ്മൾ ചായ ഉണ്ടാക്കാൻ പോവാണ്. ഒരു കരടി ഓടി വന്നാലോ, ഒരു പന്നി ഓടി വന്നാലോ, എന്താ ചെയ്യാ? നമ്മളൊന്നും ചെയ്യണ്ട, അതെല്ലാം പന്നി ചെയ്തോളൂ. ഓമൽ കൺമണി ഇതിലെ വാ, കനവിൻ തിരകളിൽ ഒഴുകി വാ, നാടിൻ നായകനാകുവാൻ എന്നോമനിൽ വളരും നീ. Everyone deserves a
ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 5:45 ഞങ്ങൾ കുറച്ച് നേരത്തെ എണീറ്റു. കഴിഞ്ഞ വർഷത്തെ പോലെ ആയിരുന്നില്ല, തണുപ്പൊന്നും വലിയ വിഷയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉണ്ടല്ലോ നല്ല മഴയായിരുന്നു. ഇന്നലെ രാത്രി മൊത്തം മഴ പെയ്തിട്ടുണ്ട്. ഞാൻ ടെൻറ്റ് കാണിച്ചു. ടെൻറ്റിൻ്റെ മുകളിലൊക്കെ ഇപ്പോഴും ഫുള്ള് വെള്ളമാണ്. ഇതാണ് നമ്മുടെ ടെൻറ്റിൻ്റെ കോലം കണ്ടോ, ഫുള്ള് വെള്ളം. നല്ല അടിപൊളി മഴയൊക്കെ കിട്ടി ഇന്നലെ രാത്രി. അതിൻ്റെ ഒരു ചെറിയ തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്തേക്കൊന്നും കാണാനേ ഇല്ല. കരവനുള്ളവരൊക്കെ പോയോ? നമുക്ക് ചെറിയൊരു ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ഫ്രഷ് ആവാ. നല്ല മഴയാണ്. മഴ